നടികൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മളൊരു ഷൂട്ടിങ്ങിന് ചെല്ലുകയെന്ന് വിചാരിച്ചോളൂ. ഉം. അവിടെ ഒരു ഒരു സ്ക്രിപ്റ്റ് കിട്ടി. നമ്മൾ കോമ്പിനേഷൻ വേറെ ആൾക്കാരായിട്ടുണ്ട്. പക്ഷെ അവരതിനെപ്പറ്റി ചർച്ച പോലും ചെയ്യില്ല. മേക്കപ്പിൽ മാത്രം ഇംപ്രവൈസ് കൂടുതൽ ചെയ്യാനുള്ള ഡിസ്കഷൻ മേക്കപ്പിൽ മാത്രം ശ്രദ്ധിക്കുന്നത്. ഇപ്പത്തെ അല്ല ട്ടോ. നമ്മുടെ മുന്നത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിൽ മാത്രം ഒരു ഷോട്ട് കഴിഞ്ഞ ഉടനെ പോയി അത് ടച്ചപ്പ് ചെയ്യാന്നല്ലാതെ വേറെ ഒന്നും ഒരു ചർച്ച ചെയ്യില്ല. അങ്ങനത്തെ വർത്തമാനം ഇതാണ് ആണുങ്ങൾ അങ്ങനെയല്ല. നടന്മാരങ്ങനെയല്ല. അവരവരുടെ റോള് കിട്ടിക്കഴിഞ്ഞാൽ അതിനേക്കാൾ അതെങ്ങനെ കൂടുതൽ ഞാൻ എന്ത് പൊലിപ്പിക്കുക. ചെയ്യണം? നീ അങ്ങനെ പറഞ്ഞാൽ ഞാനിങ്ങനെ പറയണം. അപ്പോൾ നീ അങ്ങനെ പറയണം. ഇതവർ ചർച്ച ചെയ്യും അവര്. അതവരിപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. റോളുകൾ കണ്ടെത്താനാണെങ്കിലും വേറെ ഇതിലേക്ക് പോകാനും നടന്മാരെപ്പോഴും ആക്റ്റീവായിട്ടിരിക്കും. ആർട്ടിസ്റ്റുകളാകുമ്പോൾ ഒതുങ്ങി കൂടാത്ത ലേഡി ആർട്ടിസ്റ്റുകൾ എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും. ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കും ആ, അല്ലേ? അതായിരിക്കാനാ ചാൻസ്. ഓക്കെ. ഈ മക്കൾക്ക് സിനിമയിലൊക്കെ അങ്ങനെ ഇടയ്ക്ക് പറയാറൊന്നുമില്ലേ? ആ മോന് ഒരു സിനിമ സംവിധാനം ചെയ്താണ്. ആ. മറാഠി സിനിമയാണ് ആദ്യം സംവിധാനം ചെയ്തത്. ഇപ്പോൾ ആഡ് ഫിലിംസ് ഒക്കെയാണ് അവൻ ചെയ്യുന്നത് ബാംഗ്ലൂര്. മലയാള സിനിമയിലേക്ക് അങ്ങനെ മലയാളത്തിലേക്ക് അവൻ വന്നിട്ടില്ല. മലയാളത്തിലേക്ക് വരാൻ അവൻ ആദ്യം പഠിക്കുന്ന സമയത്ത് അവൻ ഇതുപോലെ സിനിമയിലേക്ക് വരണം എന്ന് ആഗ്രഹമുണ്ടായി. സംവിധാനം പഠിക്കണം എന്ന് ആഗ്രഹിച്ചു. ആളുടെ ഡയറക്ടറുടെ പേര് ഞാൻ പറയുന്നില്ല. അപ്പം ഞാൻ വിളിച്ചു. അവൻ എന്നോട് പറഞ്ഞു എനിക്കൊന്ന് പോകണം, കൂടെ ഒന്ന് വർക്ക് ചെയ്യണം, ഏതെങ്കിലും ഒരു സംവിധായകനോട് പറയുമോ എന്ന് വെച്ചു. എനിക്ക് നല്ല അടുപ്പമുള്ള ഒരു സംവിധായകനെ ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ മോനിങ്ങനെ വരണം എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അവൻ പഠിക്കുകയല്ലേ. അപ്പം പഠിക്കുകയാണ്. അപ്പോൾ അതിലിടക്കാണ് വരണം എന്ന് പറയുന്നത്. അവൻ പഠിക്കട്ടെ. അത് ഇപ്പോൾ സിനിമയിൽ എല്ലാവരും വെയിറ്റിംഗ് ആണ്. എത്ര ആൾക്കാരാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒന്നും വന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മോനോട് മോനെ വിട്ടേക്ക് ഇരിക്കുക. അപ്പോൾ അവൻ പറഞ്ഞു വേണ്ട, അത് ഇനി ചോദിക്കണ്ട, ആരോടും ചോദിക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ബാംഗ്ലൂർ പഠിക്കാൻ പോയി. ജേർണലിസമാണ് അവൻ പഠിച്ചിരുന്നത്. അങ്ങനെ അപ്പം പിന്നെ ഒരിക്കൽ വിളിച്ചിട്ട് പറഞ്ഞു ഞാനൊരു സിനിമ സംവിധാനം ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു ഏത് സിനിമ? അങ്ങനെ ഞാൻ പറഞ്ഞു ഏത് സിനിമ? ആരാ പ്രൊഡ്യൂസർ? പ്രൊഡ്യൂസർ ഞാൻ തന്നെ. നീയോ? നിനക്ക് എവിടെ പൈസ? ഇതൊക്കെ മമ്മ ഞെട്ടിപ്പോകുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു എടാ നീ തമാശ പറയല്ലേ, നീ വെറുതെ പഠിക്കേണ്ട സമയത്ത് പഠിച്ചോ. ഞാൻ ഭയങ്കര നിരുത്സാഹപ്പെടുത്തി അവനെ. ആ നിരുത്സാഹപ്പെടുത്തിയപ്പോൾ പിന്നെ അവനൊന്നും പറയാതെ എൻ്റെ അടുത്ത്. എനിക്ക് പിന്നെ ഒന്നും പറയാതെ അപ്പം വാതിലടച്ച് പലപ്പോഴും ഇരിക്കും. അപ്പം ഞാൻ പറഞ്ഞു നീ എന്ത് വാതിലടച്ചിരിക്കുന്ന, വാതിൽ തുറക്കുന്നൊക്കെ പറഞ്ഞു ഞാൻ വീട്ടിൽ വരുന്ന സമയത്ത്. പിന്നെ ഒരിക്കൽ ഓരോ സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നുണ്ട്, ഓൺലൈനിൽ ഓരോ സാധനങ്ങൾ ഓർഡർ ചെയ്യും. അപ്പോൾ അതെന്താ വെച്ചാൽ കാണിക്കൂല, കൊണ്ട് വിളിച്ചു വെക്കും. ഞാൻ പറയും ഇവൻ എന്ത് ദുരൂഹത എന്ന് പറയും. അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ പിന്നെ ഒരു സിനിമ ഷൂട്ടിങ് നിശ്ചയിച്ചു. ഞാൻ പറയാം എത്ര രൂപ ഉണ്ട് നിൻ്റെ അടുത്ത്? പൈസയൊക്കെ കുറവാ, 65,000 രൂപ ഉണ്ട്. ഞാൻ 65,000 രൂപയുടെ സിനിമയോ?